ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആസ് യൂഷ്വൽ 5 ക്വസ്റ്റ്യൻസ് ആണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അതിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയറൽ ടെസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടാണ്, ടെസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ കോസ്റ്റ് എസ്റ്റിമേഷൻ. പിന്നെ OSലെ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, ഡാറ്റ സ്ട്രക്ചറിലെ പ്രിംസ് അൽഗോരിതം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും, അതോടൊപ്പം തന്നെ TOCയിലെ റെഗുലർ ഗ്രാമറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ബിഹേവിയറൽ ടെസ്റ്റിംഗ് ടെക്നിക്സ്. തന്നിരിക്കുന്ന ടെക്നിക്സിൽ ബിഹേവിയറൽ ടെസ്റ്റിങ്ങിൽ ഏതാണ് വരുന്നതെന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈ ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വേറെ പേര് തന്നെയാണ് ബിഹേവിയറൽ ടെസ്റ്റിംഗ് എന്ന് വരുന്നത്. ഓക്കെ, ഈ ബിഹേവിയറൽ ടെസ്റ്റിങ്ങിൻ്റെ വേറെ തന്നെ പേരാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, ഫങ്ഷണൽ ടെസ്റ്റിംഗ്. പേരൊന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ഇൻപുട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്നുള്ളൊരു ചെക്കിങ് മാത്രമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സിംഗ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇൻപുട്ട് കൊടുത്തിട്ട് ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന രീതിയിലൊരു ചെക്കിങ് മാത്രമാണ് ബ്ലാക്ക് ബോക്സിൽ നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്നിരിക്കുന്ന മെത്തേഡ്സാണ് ഇക്വലൻസ് ക്ലാസ്, ഗ്രാഫ് ബേസ്ഡ് ആൻഡ് ബൗണ്ടറി വാല്യൂസ്. ഓക്കെ, ഇതിൽ ബാക്കി ഡിയും ഇ എന്നൊക്കെ വരുന്നത് നമ്മുടെ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിലാണ്. അല്ലെങ്കിൽ വൈറ്റ് ബോക്സ്, ഇതിനെ തന്നെ വേറൊരു പേര് എന്ന് പറയുന്നത് ഗ്ലാസ് ബോക്സ്. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്പിൾ പേര് വരുന്നുണ്ട്. അപ്പോൾ ഈ വൈറ്റ് ബോക്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഡാറ്റ ഫ്ലോ ടെസ്റ്റിങ്ങും ലൂപ്പ് ടെസ്റ്റിംഗ് ആണ്. തന്നിരിക്കുന്ന ലിസ്റ്റ് മാത്രമാണ് പറയുന്നത്. ഡാറ്റയും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിലുള്ള ഡാറ്റ ഫ്ലോ നമ്മൾ കറക്റ്റ് യൂസ് ചെയ്യുന്ന ഗ്ലോബൽ ഡാറ്റ ഉണ്ടോ, ലോക്കൽ ഡാറ്റ ഉണ്ടോ, അത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ വെറുതെ നമ്മൾ സ്പേസ് അലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്യും. ലൂപ്പ് ടെസ്റ്റിങ്ങിൽ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ലൂപ്സും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇൻറ്റേർണൽ ബിഹേവിയർ അവിടെ ചെക്ക് ചെയ്യും. അതാണ് വൈറ്റ് ബോക്സ്. ഇക്വലൻസ് ക്ലാസ്സും ഗ്രാഫ് ആൻഡ് ബൗണ്ടറി വാല്യൂസും ABC ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇക്വലൻസ് ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് ഉണ്ടോ സോഫ്റ്റ്വെയറിൽ. നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു പിസ്സ ഓർഡർ ചെയ്യുകയാണ്. ഇവിടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്. പിസ്സേൻ്റെ കൗണ്ടാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്, കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ കണ്ടീഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 10 പിസ്സ ആണ് നമ്മൾ ഈ ഒരു ഫോമിൽ നമ്മൾ 1 to 10 പിസ്സ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇതിൽ 0 വന്നു കഴിഞ്ഞാൽ ഇൻവാലിഡ്, പിന്നെ 11 to 99 ഇൻ ബിറ്റ്വീൻ. ഇപ്പോൾ 100ൽ ഉള്ള വാല്യൂ ആണ്, 11 to 99 വരുന്ന വാല്യൂസ് നമുക്ക് ഇൻവാലിഡ് ആയിരിക്കും. പിന്നെ 1ൻ്റെ താഴെ 0 ഒന്ന് ഇൻവാലിഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 100 ടെസ്റ്റ് കേസസ് ഉണ്ടാവും. ഈ 100 ടെസ്റ്റ് കേസസ് നമുക്ക് മൊത്തം ചെക്ക് ചെയ്യണമെങ്കിൽ ആ ടെസ്റ്റ് കേസസിൻ്റെ കൗണ്ട് നമുക്ക് കൂടും. അതൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇക്വലൻസ് ക്ലാസ് ജനറേറ്റ് ചെയ്യുന്നത്. ആ ഒരു ടെസ്റ്റിംഗ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇതിൽ 1 to 10 മാത്രം അതൊരു ക്ലാസ് ആക്കി നമ്മൾ യൂസ് ചെയ്യും. കാരണം നമുക്ക് ഈ 1ഉം 10ൻ്റെയും ഇൻ ബിറ്റ്വീൻ വാല്യൂ ആണ്. നമ്മളിപ്പോൾ പിസ്സയിൽ ഇപ്പോൾ നമുക്ക് 5 പിസ്സ ആണെങ്കിൽ നമ്മൾ 5 ആണ് കൊടുക്കേണ്ടത്. അതിൽ നമ്മൾ 11 കൊടുത്തു കഴിഞ്ഞാൽ ഇൻവാലിഡ് കാണിക്കും, 0 കൊടുത്തതിന് ഇൻവാലിഡ് കാണിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ടെസ്റ്റ് കേസസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട ഇക്വലൻസ് ക്ലാസ് നമ്മൾ ജനറേറ്റ് ചെയ്യും 1 to 10. ഓക്കെ, അതായത് ഇവിടെ 1 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്, ഇത് വാലിഡ്. ഇതിന് ശേഷം ഇവിടെ 11 to 99 ആണ്, അത് ഇൻവാലിഡ്. അതോടൊപ്പം തന്നെ ഇവിടെ 0ൻ്റെ ഒരു അതും ഇൻവാലിഡ്. ഇതിൽ നമ്മളിപ്പോൾ ഒരു വാല്യൂ 5 എടുത്തു, അത് വാലിഡാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ ആ ക്ലാസ്സിലുള്ള വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ഇക്വലൻസ് ക്ലാസ് പെർഫോം ചെയ്യുന്നത്. അതായത് 5 ഇൻ ബിറ്റ്വീൻ 1ഉം 10ലാണ്. ഇതിൽ 5 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് അത് ഓക്കെയാണ്, അത് വാലിഡ് കേസാണ്. സബ്മിറ്റ് കൊടുക്കുന്നു, നമുക്ക് ഓർഡർ ചെയ്ത് ഇൻ ബിറ്റ്വീൻ 1ഉം 10ലുള്ള 10 എന്ന് പറഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള നമ്മൾ ഏതൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും, അതായത് നമ്മൾ 5 എക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1 to 10ലുള്ള വാല്യൂസൊക്കെ നമുക്ക് ഫീസിബിൾ ആയിരിക്കും, അത് എക്സെപ്റ്റ് ചെയ്യും. അതാണ് ഇക്വലൻസ് ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
അതാണ് അങ്ങനെയാണ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മളിപ്പോൾ 1ഉം 10ലും ഉള്ള ആ ക്ലാസ്സിൽ നമ്മളിപ്പോൾ ഒരു വാല്യൂ നമ്മൾ എടുത്തു 5 എടുത്തിട്ട് അത് വാലിഡാണ് വാല്യൂ. അപ്പോൾ അതേപോലെ നമ്മൾ 1ഉം 10ലുള്ള അങ്ങനെ 5 അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എസ്യൂം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂസും 1ഉം 10ലുള്ള വാല്യൂസും നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതാണ് ഇക്വലൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെയാണ് ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത്. ബൗണ്ടറി വാല്യൂസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ഇക്വലൻസ് ക്ലാസ്സിൽ 5 ആണ് സെലക്ട് ചെയ്യുന്നത്. ബൗണ്ടറി വാല്യൂസിൽ നമ്മൾ ഈ ഇതിലുള്ള ബൗണ്ടറി വാല്യൂസ് അതായത് 1ഉം 10ൻ്റെയും ബൗണ്ടറി ഏതാ വരുന്നത്? 1 വരും, 10 വരും. അതോടൊപ്പം തന്നെ 11 to 19 എന്ന് പറയുമ്പോൾ 11ഉം വരും, 99ഉം വരും. പിന്നെ 0 അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് 1 to 10 എന്ന് പറഞ്ഞ കേസ് എടുക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബൗണ്ടറി വാല്യൂസ് ആയ 1ഉം 10ഉം മാത്രം എടുത്ത് ചെക്ക് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് അതായത് 2 മുതൽ 9 വരെയുള്ള വാല്യൂസും ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാലിഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എസംഷനിലാണ് നമ്മൾ എത്തുന്നത്. അതാണ് ബൗണ്ടറി വാല്യൂ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇക്വലൻസ് ക്ലാസും ബൗണ്ടറി വാല്യൂവിനെ പറ്റിയിട്ട് പറയാനുണ്ട്. ഇനി ഗ്രാഫ് ബേസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് ഞാൻ ഇറേസ് ചെയ്യാണ്. ഗ്രാഫ് ബേസ്ഡിൽ നമ്മളിപ്പോൾ ഏതൊരു പ്രോബ്ലത്തിന് നമ്മൾ ഗ്രാഫിക്കൽ മോഡൽ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം സോൾവ് ചെയ്യുന്നത്, എന്നിട്ടാണ് അതിനെ പ്രോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഇതിനൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയ് ലീവിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ HR അത് ജെന്യൂൻ ആണെങ്കിൽ നേരെ അക്സെപ്റ്റ് ചെയ്യും, അതർവൈസ് അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോഫ്റ്റ്വെയറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ആദ്യം തന്നെ ഒരു ഗ്രാഫിക്കൽ മോഡൽ നമ്മൾ ജനറേറ്റ് ചെയ്യും. അതായത് ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു എന്നുള്ളൂ. ഏതൊരു പ്രോബ്ലത്തിനും നമ്മൾ ആദ്യം തന്നെ ഒരു ഗ്രാഫിക്കൽ ബേസ്ഡ് കൺവേർട്ട് ചെയ്തിട്ടാണ് നേരെ അതിനെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഗ്രാഫിക്കൽ ബേസ്ഡ് മെത്തേഡും പിന്നെ ഇക്വലൻസ് ക്ലാസും ബൗണ്ടറി വാല്യൂസ്. ഈ 3 പ്രോബ്ലമാണ് നമ്മൾ ടെസ്റ്റിംഗാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ബിഹേവിയറിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ബാക്കി രണ്ടും വൈറ്റ് ബോക്സ്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ABC. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിംസ് അൽഗോരിതം വെച്ചിട്ടാണ്. പ്രിംസ് അൽഗോരിതം അത് നമുക്കൊരു മിനിമം സ്പാനിങ് ട്രീ ആണ് ജനറേറ്റ് ചെയ്യേണ്ടത്. സ്റ്റാർട്ടിംഗ് നോഡ് A ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്, അതായത് പ്രിംസ് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സീക്വൻസ് ആണ് നമുക്ക് പറയേണ്ടത്. ഇതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്താണ് മിനിമം സ്പാനിങ് ട്രീ. ഓക്കെ, മിനിമം സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാഫ് തന്നെയാണ്, അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഓക്കെ, അൺഡയറക്റ്റഡ് എസിക്ലിക് ഗ്രാഫാണ്. അത് സൈക്കിൾ അവയിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കണക്റ്റഡ് എസൈക്ലിക് ഗ്രാഫാണ്. ഓക്കെ, അതായത് സൈക്കിൾ ജനറേറ്റ് ചെയ്യില്ല, എല്ലാ നോഡ്സും കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതിൻ്റെ കോസ്റ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് മിനിമം ആയിരിക്കും, മിനിമം സ്പാനിങ് ട്രീ. ഓക്കെ, ഇതിൻ്റെ നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ മിനിമം സ്പാനിങ് ട്രീ MST വെച്ച് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് ഇല്ലെങ്കിൽ ടെലിഫോൺ, അതിൽ അവർ ഇതാണ് ഓഫീസ് അവരുടെ ടെലിഫോണിൻ്റെയോ കേബിൾ. ഇൻ കേസ് നമ്മുടെ ഓരോ വീട്ടിലും ഇല്ലെങ്കിൽ നമ്മുടെ ഓരോ ലൊക്കാലിറ്റിയിലും അത് അവർ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് ഇങ്ങനെയാണ്, ഇവിടെ ഒരു വീട് വരുന്നുണ്ട്, ഇവിടെ വീട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതായത് കേബിൾ ഓപ്പറേറ്റേഴ്സ് അവരുടെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് ഓരോ വീട്ടിലേക്കും കേബിൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് നഷ്ടമാണ്. കാരണം അത്രയും കേബിൾ ലെങ്ത്ത് കൂടും, അതോടൊപ്പം തന്നെ കോസ്റ്റും കൂടും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ മിനിമം സ്പാനിങ് ട്രീ അവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഓഫീസാണ്, ഇത് ഹോമാണ്, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന റിയൽ ലൈഫിൽ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ സപ്പോസ് നമ്മുടെ നെയ്ബറിനൊക്കെ വേണമെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നത്. അത് ഡയറക്റ്റ് അവരുടെ ഓഫീസിൽ നിന്ന് അവരെടുക്കില്ല, ഈ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ കണക്ഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണ്? അവരുടെ ലെങ്ത്തും അതായത് വയറിങ്ങിൻ്റെ ലെങ്ത്തും കോസ്റ്റും അവർക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണ്? കോസ്റ്റും കുറഞ്ഞു, ലെങ്ത്തും കുറഞ്ഞു. ഇത് എക്സാമ്പിളാണ് നമ്മൾ മിനിമം സ്പാനിങ് ട്രീയിലും ചെയ്യുന്നത്.
ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ വരുന്നത് മിനിമം സ്പാനിങ് ട്രീൻ്റെ. ഓക്കെ, ഓഫീസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിംസ് അൽഗോരിതമാണ്. പ്രിംസ് അൽഗോരിതത്തിൻ്റെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ മിനിമം സ്പാനിങ് ട്രീൻ്റെ വേറൊരു കേസും ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. അത് മിനിമം സ്പാനിങ് ട്രീ വെച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു ട്രാവലറിന് ഒരു സോഴ്സിൽ നിന്ന് ഒരു ഡെസ്റ്റിനേഷനിലോട്ട് ട്രാവൽ ചെയ്യണം. അതിൽ ആ ട്രാവലർ ഇങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റും അതിൻ്റെ പാത്തും ഏറ്റവും ഷോർട്ടസ്റ്റ് എടുത്തിട്ടാണ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തേണ്ടത്. അപ്പോൾ അവിടെ മിനിമം സ്പാനിങ് ട്രീൻ്റെ ഒരു അപ്ലിക്കേഷൻ വരുന്നത് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് ഓർത്ത് വെക്കാം. നമ്മളതിൻ്റെ എക്സാമ്പിളും നോക്കി, എൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കി. ഇനി പ്രിംസ് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പ്രിംസ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്പും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, പ്രിംസ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ അൽഗോരിതത്തിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. 3 പോയിൻ്റ് ആയിരിക്കും. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിലെ എല്ലാ നോഡ്സും കണക്റ്റഡ് ആയിരിക്കണം. അതായത് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടല്ലോ, അൺഡയറക്റ്റഡ് ഗ്രാഫ്. ഇതിലിപ്പോൾ ABC ടോട്ടൽ എല്ലാ നോഡ്സും നമുക്ക് ആദ്യം മിനിമം സ്പാനിങ് ട്രീ ജനറേറ്റ് ചെയ്യുമ്പോഴും അതേ നോഡ്സ് വേണം. ഒരു നോഡ് പോലും നമ്മൾ മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതാണ്, ഓൾ നോഡ്സ് വേണം. പിന്നെ സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ പാടില്ല, സൈക്ലിക്. അതായത് നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ അവിടെ സൈക്കിൾ, നോ സൈക്കിൾ. പിന്നെ കംപ്ലീറ്റ് ആയിരിക്കണം, ഓർ കണക്റ്റഡ്. അതായത് നോഡ്സ് തമ്മിൽ എല്ലാ നോഡ്സും വേണം, അവർ കംപ്ലീറ്റ് കണക്റ്റഡ് ആയിരിക്കണം. പിന്നെ സൈക്കിൾ അവിടെ ജനറേറ്റ് ചെയ്യാൻ പാടില്ല. ഈ 3 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് ഓരോന്നും പറഞ്ഞ് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല, വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നോട്ട് ചെയ്ത് പറയുന്നത്. അതായത് ഓർത്ത് വെക്കുക, സൈക്കിൾ ജനറേറ്റ് ചെയ്യാൻ പാടില്ല, തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ അത് എല്ലാ നോഡ്സ് വേണം, അതും കണക്റ്റഡ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് നോക്കാം. ഇതിലിപ്പോൾ തന്നിരിക്കുന്നത് ഞാൻ എന്താ ഈ റെഡിങ് വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീക്വൻസ് ആണ്. ഇത് കറക്റ്റാണോ നമുക്ക് നോക്കാം. പിന്നെ ആ മിനിമം കോസ്റ്റ് ആയിരിക്കണം, അതാണ് നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. മിനിമം കോസ്റ്റ് അങ്ങനെ ആയിരിക്കണം. കാരണം ഹൈ കോസ്റ്റ് വന്നാൽ നമുക്കത് ഫീസിബിൾ അല്ല. അപ്പോൾ മിനിമം കോസ്റ്റും കൂടി ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ AB എന്ന് പറഞ്ഞ നോഡാണ്. AB ഇതാണ്, ഈ ലൈന് ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. AB പിന്നെ AH. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് ഇവിടെ AB എന്ന് പറഞ്ഞിട്ട് ജനറൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അതായത് എന്തൊക്കെ ശ്രദ്ധിക്കണം പോയിൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ AB വെച്ചിട്ട് ട്രാവേഴ്സ് ചെയ്തു, ഇൻ കേസ് അതേ സ്ഥലത്ത് നമ്മളിപ്പോൾ സീക്വൻസിൽ FD എന്ന് പറഞ്ഞിട്ട് പിന്നീട് തരികയാണ്. അതായത് AB കഴിഞ്ഞിട്ട് ഇവിടെ AH ആണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇൻ കേസ് AB കഴിഞ്ഞിട്ട് FD എന്ന് പറഞ്ഞൊരു സീക്വൻസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ പ്രിംസ് അൽഗോരിതത്തിൻ്റെ എഗെയിൻസ്റ്റ് ആണ് അത്. കാരണം പ്രിംസ് അൽഗോരിതത്തിൽ പറയുന്ന കാര്യം നോഡ്സ് തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണം, അതോടൊപ്പം തന്നെ ഒരു സീക്വൻസ് ഫോളോ ചെയ്യുന്നുണ്ട്. അത് AB വെച്ച് ചെയ്യുകയാണെങ്കിൽ നേരെ പിന്നെ അടുത്ത ട്രാവേഴ്സിൽ എന്ന് പറയുന്നത് Aന്നോ Bന്നോ ആയിരിക്കണം ട്രാവേഴ്സ് ചെയ്യേണ്ടത്. അല്ലാതെ ഡയറക്റ്റ് AB എന്ന് ചെയ്തിട്ട് പിന്നെ FDയിലോട്ട് വരാൻ പാടില്ല, FDയോ ഏതൊരു നോഡും. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്ന് പറഞ്ഞാൽ ക്രുഷ്കൽ എന്ന് പറഞ്ഞ അൽഗോരിതത്തിലാണ് അങ്ങനെ വരുന്നത്. അതായത് പ്രിംസും ഉണ്ട് ക്രുഷ്കലും ഉണ്ട്. ക്രുഷ്കലിലാണ് അങ്ങനെ മിനിമം വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് ട്രാവേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷേ പ്രിംസിൽ AB എന്ന് പറഞ്ഞ നോഡ് എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ സീക്വൻസിൽ Aയോ Bയോ വെച്ചിട്ട് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ Aയും B വെച്ച് നമ്മൾ ഫോർവേഡ് ചെയ്തിട്ട് പിന്നെ നമുക്ക് റിട്ടേൺ വരാം, അത് ബാക്ക് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ AB മൂവ് ചെയ്തു, പിന്നെ AH എന്ന് മൂവ് ചെയ്തു, പിന്നെ FG. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റും കൂടെ നമുക്കിവിടെ എഴുതി വെക്കാം. കാരണം കോസ്റ്റ് ആഡ് ചെയ്തിട്ട് മിനിമം ആണോ ആ വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ABയിൽ എത്ര വരുന്നത് 4 ആണ് വരുന്നത്. 4 പ്ലസ് AHൽ എത്ര വരുന്നത് 8. പിന്നെ ഞാൻ ഇതിൻ്റെ കറസ്പോണ്ടിങ് എഡ്ജിൻ്റെ അവിടെ തന്നെയാണ് ഞാൻ അതിൻ്റെ കോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ GHൽ എത്ര വരുന്നത് 1 വരും. പ്ലസ് FG എന്ന് അറിയുകയാണെങ്കിൽ സൈക്കിൾ വന്നാൽ നമ്മളത് നേരെ ഓപ്റ്റ് ഔട്ട് ചെയ്യും. FG ആണെങ്കിൽ FG ഓക്കെ, ഇത് എത്ര വരുന്നത് 2 ആണ് വരുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വരച്ചിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. പിന്നെ FG കഴിഞ്ഞിട്ട് പിന്നെ CF ആണ് വരുന്നത്. ഓക്കെ, CF പിന്നെ CIന്ന് പിന്നെ നേരെ CD, ബാക്ക് ട്രാക്ക് ചെയ്തു CD, പിന്നെ DE. അപ്പോൾ ഈ ഒരു ട്രാവേഴ്സിലാണ് ഫസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ നോഡ്സും കിട്ടി. A B G H G I F
സി ഡി ഇ എഫ് എല്ലാ നോഡ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സൈക്കിൾ ജനറേറ്റ് ചെയ്യുന്നില്ല. പിന്നെ അതിൻ്റെ കോസ്റ്റ് നമുക്കൊന്ന് എഴുതാം. പ്ലസ് സി എഫിൻ്റെ എത്ര കോസ്റ്റ് വരുന്നത്? സി എഫിൻ്റെ 4 പ്ലസ് സി ഐൻ്റെ വരുന്നത് 2 ആണ്. പ്ലസ് സി ഡിൻ്റെ വരുന്നത് 7 പ്ലസ് 9 അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് നമുക്ക് കൗണ്ട് ചെയ്യാം. എത്ര വരുന്നത്? 12 പ്ലസ് 3 13 13 പ്ലസ് 2 15 19 21 28 പ്ലസ് 9 വരും 37 വരുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ട്രാവേഴ്സലിൻ്റെ സീക്വൻസിൻ്റെ സമ്മ് വരുന്നത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് നോക്കാം. 2 എന്ന് പറഞ്ഞാൽ എ ബി എന്ന് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഇത് നമുക്ക് ഇറേസ് ചെയ്യാം. ഓക്കെ, ഇനി സെക്കൻഡ് സീക്വൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. എ ബി പിന്നെ ബി എച്ച്, പിന്നെ നേരെ ബി എച്ച് എന്നാണ് ബി എച്ച്. ഓക്കെ, 11 പിന്നെ ജി എച്ച് വന്നു. പിന്നെ ജി എച്ച് നിന്ന് ജി ഐ. ഓക്കെ, ജി ഐ സി ഐയിലോട്ട് വന്നു. സി എഫ് വന്നു. സി ഡി നേരെ ബാക്ക് ട്രാക്ക് ചെയ്തു. സി ഡി പിന്നെ ഡി. ഓക്കെ, ഇതും ഓക്കെയാണ്, കാരണം നമ്മൾ എല്ലാ നോഡ്സും വന്നു. സൈക്കിൾ എവിടെയും ജനറേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മൾ ഓർത്തിരിക്കുന്ന പോലെ നമുക്ക് ഒരു നോഡിൽ നിന്ന് എത്തി, സി എഫ് എത്തി, പിന്നെ ബാക്ക് ട്രാക്ക് ചെയ്ത് സിന്ന് ഡിയിലോട്ട് പോകാം. ഓക്കെ, അത് ഈവൻ 2 പ്രാവശ്യം ട്രാവൽസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ പോയിന്റ് ഒന്ന് ഓർത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കൗണ്ട് ചെയ്തുവാണെങ്കിൽ എ ബിൻ്റെ വരുന്നത് 4 പ്ലസ് ബി എച്ചിൻ്റെ 11 പ്ലസ് ജി എച്ചിൻ്റെ വരുന്നത് 1 പ്ലസ് ജി ഐ 6 പ്ലസ് സി ഐൻ്റെ വരുന്നത് 2 പ്ലസ് സി എഫ് വരുന്നത് 4 പ്ലസ് സി ഡി വരുന്നത് 7 പ്ലസ് ഡി ഇ വരുന്നത് 9 ഇത് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം എത്ര വരുന്നതാണ്. അത് 4 പ്ലസ് 11 15 16 പ്ലസ് 22 24 28 35 44. ഓക്കെ, 44 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത തേർഡ് നോക്കാം. എന്തായാലും നമ്മളിത് ഓപ്റ്റ് എടുക്കാം. 37 കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ 44 എടുക്കില്ല. പിന്നെ നമുക്ക് നോക്കാം തേർഡ് ഓപ്ഷൻ നമുക്ക് നോക്കണം എ ബിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എ ബി ഇത് നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എ ബിയിലെടുത്തു. എ ബി ഇങ്ങനെ വന്നു. പിന്നെ വരുന്നത് ബി സി ഇങ്ങനെ പോയി. പിന്നെ സി ഐ എന്ന് പറയുമ്പോൾ നേരെ ഇങ്ങനെ സി ഐ പിന്നെ നേരെ സി എഫ്. തേർഡ് ഓപ്ഷനാണ് ഞാൻ ചെയ്യുന്നത്. സി ഐന്ന് പിന്നെ നേരെ സി എഫ് ബാക്ക് ട്രാക്ക് ചെയ്തു. പിന്നെ സി എഫ് വന്നു. പിന്നെ എഫ് ജി നേരെ ഇങ്ങനെ വന്നു. എഫ് ജി എച്ച് വന്നു. പിന്നെ സി ഡി ബാക്ക് ട്രാക്ക് ചെയ്തു, കാരണം നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്തു. പിന്നെ സി ഡിന്ന് പോയി. പിന്നെ ഡി ഇ. ഓക്കെ, ഈ ബ്ലൂ ലൈനാണ് വന്നത്. ഇവിടെയും നമ്മൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈക്ലോൺ ജനറേറ്റ് ചെയ്തിട്ട് എല്ലാ നോട്ട്സും വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ കോസ്റ്റ് ചെയ്താണെങ്കിൽ എ ബിൻ്റെ വരുന്നത് 4 പ്ലസ് 8 പ്ലസ് സി ഐ എത്ര വരുന്നത്? സി ഐ വരുന്നത് 2 പ്ലസ് സി എഫ് വരുന്നത് 4 പ്ലസ് എഫ് ജി വരുന്നത് 2 പ്ലസ് ജി എച്ച് വരുന്നത് 1 പ്ലസ് സി ഡി വരുന്നത് 7 പ്ലസ് ഡി ഇ വരുന്നത് 9 അപ്പോൾ ഇത് ആഡ് ചെയ്ത് നോക്കാം. 12 14 16 18 19 26 തെറ്റുണ്ടല്ലോ. 4 8 2 4 2 1 7 9 12 14 18 20 21 28 പ്ലസ് 37 വരുന്നത്. 28 പ്ലസ് 9 37 വരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ രണ്ടിൻ്റെയും മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 37 മൾട്ടിപ്പിൾ ആൻസേഴ്സ് ഇവിടെ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, പ്രിംസ് ആണെങ്കിലും ക്രിസ്റ്റൽ ആണെങ്കിലും മിനിമം വരുന്ന കേസിൽ മിനിമം ഓപ്ഷൻസ് എടുക്കാം. ഇനി നാലാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. നാലാമത്തെ ഓപ്ഷനിൽ ഓക്കെ
നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി വന്നു. ഓക്കെ, എ ബിന്ന് പിന്നെ നേരെ ജി എച്ച് ആ പോകുന്നത്. എ ബി വന്നു പിന്നെ നേരെ ജി എച്ച്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരുന്ന കേസിൽ ഇത് ക്രുസ്കൽ നമ്മുടെ പ്രിംസ് അൽഗോരിതത്തിൻ്റെ എഗെയിൻസ്റ്റ് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എ ബി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ബിന്നോ ഇല്ലെങ്കിൽ എന്നോ വരാനേ പാടുള്ളൂ. ഇവിടെ കണ്ടില്ലേ, എ ബിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, എ ബി നാലാമത്തെ ഓപ്ഷനാണ്. എ ബിന്ന് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ട്രാവേഴ്സ് ചെയ്യുന്നത് ജി എച്ച് ആണ്. അത് ഇവർ തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് വരുന്നില്ല. ഓക്കെ, ആ കേസിൽ നമ്മൾ ഈ ഓപ്ഷൻ എടുക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ നമുക്ക് ട്രാവേഴ്സ് ചെയ്താൽ തന്നെ ഡയറക്റ്റ് നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എയും 2 ആൻസർ വരുന്നുണ്ട്, എ ആൻഡ് സി. അത് ഫസ്റ്റും തേർഡും. ഓക്കെ, 37 അതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് പ്രിംസ് അൽഗോരിതം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് കോസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. The software project was estimated at 864 function points. A 6-person team will be assigned to a project consisting of a requirement gathering person, 1 designer, 2 programmers and 2 testers. The salary of the designer is 70K per month. Requirement gathering is 50K, programmer 60K and tester 60K. The average productivity is 12 function point. Which of the following represent the project cost of implement? തന്നിരിക്കുന്നത് ഇവിടെ 864 ഫംഗ്ഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ പോയിൻ്റ് എന്താണെന്ന് അറിയണം. ഫംഗ്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റിയാണത്. ഓക്കെ, ക്വാണ്ടിറ്റിയിൽ ഇല്ലെങ്കിൽ ഒരു മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റാണത്. ഇതിൻ്റെ മുന്നേ ഒരു ലൈൻ ഓഫ് കോഡ് എന്ന് പറഞ്ഞൊരു മെഷർമെൻറ്റ് ഉണ്ട്, അത് ലൈൻസ് ഓഫ് കോഡ്. ഇതിൽ കുറച്ച് ഫ്ലോസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എഫ് പിയിലോട്ട് വന്നത് ഫംഗ്ഷൻ പോയിൻ്റ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സിമിലർ ടാസ്ക് ഇല്ലെങ്കിൽ ഒരു സിമിലർ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രോഗ്രാമേഴ്സും ഡിഫറെൻറ്റ് വേയിലാണ് അതിനെ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാമർ മിനിമം ലൈൻസ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യും, അതേ ടാസ്കിനെ വേറൊരു പ്രോഗ്രാമർ അതിലും കൂടുതൽ ലൈൻസ് ഓഫ് കോഡ് വെച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫ്ലോസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്കിപ്പോൾ ഒരു ടാസ്ക് പെർഫോം ചെയ്യണം, ഒരു എ എന്ന് പറഞ്ഞ പ്രോഗ്രാമർ ഉണ്ട്, ബി എന്ന് പറഞ്ഞ പ്രോഗ്രാമർ, രണ്ടും സിമിലർ ടാസ്ക്കാണ് പെർഫോം ചെയ്യുന്നത്. ആ ഒരു കേസിൽ ഈ ഒരു പേഴ്സൺ ലൈൻ ഓഫ് കോഡ്, അത് സോഫ്റ്റ്വെയറിൻ്റെ എത്ര ലൈൻസ് ഓഫ് കോഡ് ഉണ്ട് അത് മിനിമം വെച്ചിട്ടാണ് ചെയ്തത്. അതേ സെയിം ടാസ്കിന് ബി എന്ന് പറഞ്ഞ പ്രോഗ്രാമർ കുറച്ച് ഹൈ ലൈൻ ഓഫ് കോഡാണ് യൂസ് ചെയ്തത്. അതായത് ആ പ്രോഗ്രാമിൻ്റെ ടോട്ടൽ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്തിട്ടാണ് ചെയ്തത്, അത് സിമിലർ ലോജിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പണ്ട് ലൈൻ ഓഫ് കോഡ് വെച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്തത്. ഓക്കെ, പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്. അപ്പോൾ അങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് കോസ്റ്റാണ് വരിക. പിന്നെ അതിന് സിമിലർ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് വെച്ച് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓവറോൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ഓഫ് കോഡിൽ അങ്ങനെ ഒരു ഫ്ലോസ് വരുന്നതുകൊണ്ടാണ് അത് കട്ട് ചെയ്തിട്ട് ഫംഗ്ഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൽ ആ മെഷർമെൻറ്റ് കൊണ്ടുവന്നത്. അതിലെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അതിൽ കുറച്ച് ഒരു 4 to 5 പോയിൻറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ പ്രോഗ്രാമിൻ്റെ എത്ര ഇൻപുട്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഇൻപുട്സ്, പിന്നെ എക്സ്റ്റേണൽ ഔട്ട്പുട്ട്സ്, പിന്നെ എക്സ്റ്റേണൽ എൻക്വയറീസ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഇൻറ്റേർണൽ ഫയൽസ്, പിന്നെ എക്സ്റ്റേണൽ ഇൻ്റർഫേസ്. ഇങ്ങനത്തെ ഈ പോയിൻറ്റ്സ്, ഇതിന് ഓരോ ന്യൂമറിക് വാല്യൂസ് ഉണ്ട്. ഇത് വെച്ച് കൗണ്ട് ചെയ്തിട്ടാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതാണ് ഫംഗ്ഷൻ പോയിൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ. അതായത് നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഒരു ഫോം, ഒരു സൈനപ്പിൻ്റെ ഫോം ഇല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിൽ അതിന് എത്ര ഇൻപുട്ട് ആ ഒരു പ്രൊജക്റ്റ് ഇല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എത്ര ഇൻപുട്ട്സ് എടുക്കുന്നുണ്ട്, എത്ര ഔട്ട്പുട്ട്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര ഇൻറ്റർണൽ ഫയൽസ് ഉണ്ട്, എത്ര ഇൻ്റർഫേസ് ഉണ്ട്, ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അതാണ് ഫംഗ്ഷൻ പോയിൻറ്റ്. അപ്പോൾ ഇതെല്ലാത്തിലും ഓരോ സിമിലർ പ്രോഗ്രാംസിലും ഇത് സെയിം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ കോസ്റ്റിൽ ഒരു ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു യൂണിറ്റ് അത്രയും ലീഗലായത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ഇത്ര പറയാനുണ്ടായത്. അപ്പോൾ അത് കറക്റ്റ് എന്താണെന്ന് അറിയണമെന്ന്
അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കിടക്കാം, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ ഫംഗ്ഷൻ പോയിന്റ് ഇവിടെ തന്നിരിക്കുന്നത് 864 ആണ് നമുക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റ് ചെയ്തത്. 6 പേഴ്സൺസ് ഉണ്ട്, ഒരു റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് പേഴ്സൺ ഉണ്ട്, ഒരു പ്രോഗ്രാമർ, ഒരു ഡിസൈനർ ഉണ്ട്, 2 പ്രോഗ്രാമേഴ്സ് ഉണ്ട്, 2 ടെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 പേഴ്സൺസ് ആണല്ലോ. അവൻ്റെ സാലറി 70, 50, 60 ആണ്. സാലറി ഒക്കെ നോട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ജനറൽ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസിക് മാത്സ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വീടിൻ്റെ പണിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ 3 months കൊണ്ട് ചെയ്യണമെന്ന് വെച്ച് നമ്മൾ ടാസ്ക് കൊടുക്കുകയാണ്. ടൈമുണ്ട്, ടൈം കാണുകയാണെങ്കിൽ അതിന് ടോട്ടൽ ഓവറോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ 3 months എത്ര ഡേയ്സിൻ്റെ 180 ഇൻറ്റു ഓരോ ഡേയ്സിൻ്റെയും വേജ് എത്ര ഉണ്ട്, സപ്പോസ് 800 ആണ്, ഇൻറ്റു 800 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓവറോൾ കോസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഓവറോൾ കോസ്റ്റ് കിട്ടും. ഇതേ ബേസിക് മാത്സ് തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ടോട്ടൽ എത്ര ടൈം ഉണ്ട്, അതുകൊണ്ട് അതിൻ്റെ വേജ് മൾട്ടിപ്ലൈ ചെയ്താണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്, ഫംഗ്ഷൻ പോയിന്റ് നമ്മൾ തന്നിരിക്കുന്ന ഓരോ നോട്ട് ചെയ്യുക. 864 ആണ് തന്നിരിക്കുന്നത്. എന്താണ് FP ഫംഗ്ഷൻ പോയിന്റ്. ഓക്കെ, മെമ്പേഴ്സ് എത്ര ഉണ്ട്, 6 പേഴ്സൺസ് ഉണ്ട്, 6 പേഴ്സൺസ് ഉണ്ട്. ഓക്കെ, പിന്നെന്താണ്, സാലറി അവിടെ നിൽക്കട്ടെ, അത് പിന്നെ നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാം. ആവറേജ് പ്രൊഡക്ടിവിറ്റി എത്രയുള്ളത്, ആവറേജ് പ്രൊഡക്ടിവിറ്റി 12 FP ആണുള്ളത്. അതായത് 12 FP, അതായത് പെർ പേഴ്സൺ മന്താണ്. അതായത് ഓരോ പേഴ്സണും ഓരോ മന്ത് 12 ഫംഗ്ഷൻ പോയിൻ്റാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഉള്ളത്. ഓക്കെ, പെർ പേഴ്സൺ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കാണേണ്ടത് ഇത് എത്ര ടൈം കൊണ്ട് നമ്മൾ ആദ്യം തന്നെ ടൈമൊക്കെ ഫൈൻഡ് ചെയ്യണം. പിന്നെ അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ തന്നിരിക്കുന്ന പെർ പേഴ്സൺ മന്താണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര മന്ത്സ് ഉണ്ട് ഫൈൻഡ് ചെയ്യാം. ടോട്ടൽ ഒരു നമ്പർ ഓഫ് മന്ത്സ് എത്രയാണ് വരുന്നത്, ഫംഗ്ഷൻ പോയിൻ്റ് എത്ര ഉണ്ട്, ബൈ എത്ര ഉണ്ട്, ഫംഗ്ഷൻ പോയിൻ്റ് ബൈ എത്ര പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട്, ടോട്ടൽ 6 പേഴ്സൺ വർക്ക് ചെയ്യുന്നുണ്ട്. അത് പേഴ്സൺ ഇൻറ്റു അവർ ഡെവലപ്പ് ചെയ്യുന്ന ആവറേജ് പ്രൊഡക്ടിവിറ്റി എത്ര വരുന്നത്, 864 ബൈ 6 ഇൻറ്റു ആവറേജ് പ്രൊഡക്ടിവിറ്റി 12 ആണ്. അതായത് 864 ബൈ 12 72 ആണ് വരുന്നത്, 72. ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 864 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്ര ടൈം പോകും, 12 ഇൻറ്റു 72 അല്ല, 72 ആണ് വരുന്നത്. 72 ഇതിലിപ്പോൾ 72 എത്ര ടൈം പോകും, 444 12 44. ഓക്കെ, അപ്പോൾ നേരെ ഇവിടെ 12 കിട്ടും. 12 months ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ മന്ത്സ് നമുക്ക് കിട്ടി. ഇത് നമ്മൾ ചെയ്തത് നമ്മൾ ടോട്ടൽ എത്ര മന്ത് കൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഓവറോൾ മന്ത് നമ്മൾ കണ്ടു. അതായത് നമ്മൾ ടോട്ടൽ മന്ത് കാണുന്നത് എത്ര ഫംഗ്ഷൻ പോയിൻ്റ് ഉണ്ട്, 864 ബൈ ആവറേജ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 12 ആണ്. എത്ര പേഴ്സൺ ഉണ്ട്, 6% ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു, 12 months കിട്ടി. ഇനി നമുക്ക് എന്താണ് ടോട്ടൽ കോസ്റ്റ് കാണണമെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഡയറക്റ്റ് ഓരോ അവരുടെ സാലറി നമുക്ക് എഴുതാം. ഇത്ര വരുന്നത് ടോട്ടൽ റിക്വയർമെൻറ്റ് ഗ്യാതറിംഗ് പേഴ്സണിൻ്റെ സാലറി വരുന്നത് 70K ആണ്. 70K പ്ലസ് പിന്നെ വൺ ഡിസൈനറിൻ്റെ സാലറി വരുന്നത് ഡിസൈനറിൻ്റെ റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിൻ്റെ വരുന്നത് ഡിസൈനറിന് 70K ആണ് വരുന്നത്, റിക്വയർമെൻറ്റ് ഗ്യാതറിങ്ങിൻ്റെ 50K ആണ് വരുന്നത്. പ്ലസ് പ്രോഗ്രാമർ എന്ന് പറഞ്ഞാൽ 2 പ്രോഗ്രാമർ ഉണ്ട്. അപ്പോൾ പെർ പ്രോഗ്രാമറിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 60K ആണ്. 60. ഇപ്പോൾ 2 പ്രോഗ്രാമർ വരുമ്പോൾ എത്ര വരുന്നത്, 1,20,000. ഓക്കെ, 1,20,000 പ്ലസ് പിന്നെ വരുന്നത് ടെസ്റ്റർ 60,000 ആണ് വരുന്നത്. 60,000 അതും 2 ടെസ്റ്ററാണ് വരുന്നത്. അപ്പോൾ 1,20,000 വരും. അപ്പോൾ നേരെ 70, 50, 1,20,000 ഇൻറ്റു എത്ര വരുന്നത്, ഇത് ഇൻറ്റു ചെയ്യേണ്ട, മൾട്ടിപ്ലൈ ആണ്, ഇൻറ്റു എത്ര വരുന്നത് 12. ഇതാദ്യം ആഡ് ചെയ്യുക.
എത്ര വരുന്നത് 70 50 120 വരും. 120 പ്ലസ് 120 240 240 പ്ലസ് 120 3,40,000 വരും. അത് ഇൻറ്റു 12 ചെയ്ത് നോക്കിയാൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ 334 ഇൻറ്റു 12 ചെയ്ത് നോക്കി എത്ര വരുന്നത് 86043 8 12 1 4 തെറ്റല്ലോ 86043 8 12 1 36 ആണ്. ഓക്കെ 36 ആണെങ്കിൽ ഇവിടെ എന്ത് വരും? സോറി ഒന്നും കൂടെ ചെയ്താൽ ഇവിടെ 36 ആണ് വരുന്നത്. ഓക്കെ 240 120 ചെയ്യുമ്പോൾ 36 ആണ്. 36 ഇൻറ്റു 12 ചെയ്യുമ്പോൾ നമുക്ക് 12 1 6 7 0 6 3 2 3 4 4 ആണ് വരുന്നത്. 432 ആണ് വരുന്നത്. 432 ബാക്കി റിമൈനിങ് സീറോസ് ആഡ് ചെയ്താൽ മതി. ഇത്ര വരുന്നത് 4 0 വരുന്നത്. ഓക്കെ ഇതാണ് ഇതിൻ്റെ ഓവറോൾ കോസ്റ്റ് വരുന്നത്. ഓക്കെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ഓക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. നമ്മൾ അതിന് ടൈം കാണുക. ടൈം കാണുമ്പോൾ ഫംഗ്ഷൻ പോയിന്റ് ബൈ എത്ര പേഴ്സൺ ഉണ്ടോ ഇൻറ്റു ആവറേജ് പ്രൊഡക്ടിവിറ്റി ചെയ്യുക. ഡിവൈഡ് ചെയ്യുക. 12 മന്ത്സ് കിട്ടും. 12 മന്ത്സ് കൊണ്ട് 12നോട് ടോട്ടൽ സാലറി എത്ര ഉണ്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് OSലാണ് പേജ് റീപ്ലേസ്മെൻറ്റ്. അത് നമുക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ മെഷീനുണ്ട്. അതായത് ജസ്റ്റ് ഒരു എസ്യൂം ചെയ്തൊരു മെഷീനാണ് വിത്ത് 3 പേജസ് ആണ് ഓഫ് ഫിസിക്കൽ മെമ്മറി. ഫിസിക്കൽ മെമ്മറീനെ മെയിൻ മെമ്മറി എന്ന് പറയും. അതായത് നമ്മുടെ റാം 3 പേജസ് ആണ് ഉള്ളത്. 5 പേജസ് ഓഫ് വെർച്വൽ മെമ്മറിനെ ഹാർഡ് ഡിസ്ക്. ഓക്കെ 5 പേജസ് ആണ് ഉള്ളത്. ആൻഡ് അതിലുള്ള ഓർഡർ, അതിലുള്ള ഡാറ്റ വേണമെങ്കിൽ നമുക്ക് പറയാം ABCD ഈ ഓർഡറാണ് തന്നിരിക്കുന്നത്. ആസ് എ സ്ട്രീം ഓഫ് പേജ് റെഫറൻസ് ബൈ ദ ആപ്ലിക്കേഷൻ ഇഫ് P&Q ദ നമ്പർ ഓഫ് പേജ് ഫോൾട്ട്. ഓക്കെ ദാറ്റ് ദ ആപ്ലിക്കേഷൻ വുഡ് ഇൻക്വയർ വിത്ത് വിഫോ ആൻഡ് LRO. ഈ 2 ടെക്നിക്സാണ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ദ വാല്യൂസ് ആണ് കാണുന്നത്. എസ്യൂം ചെയ്യേണ്ടത് 3 പേജ് ഫ്രെയിംസ് ആണ്. ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം, എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ നമുക്കറിയാം നമ്മുടെ ഏതൊരു പ്രോഗ്രാം ഇല്ലെങ്കിൽ ഏതൊരു പ്രോസസ്സ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ മെയിൻ മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത ശേഷമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ അതായത് ഹാർഡ് ഡിസ്കിലുണ്ടാവും. ഹാർഡ് ഡിസ്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിനെ നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് മെയിൻ മെമ്മറി ഓർ എന്താ പറയുന്നത് ഫിസിക്കൽ മെമ്മറി ഓർ റാം ഇതിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഈ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെയിൻ മെമ്മറിയിലത്തെ മെമ്മറി ഫുള്ളാവുകയാണെങ്കിൽ നമ്മൾ അതിനെ ആവശ്യമില്ലാത്ത ഇല്ലെങ്കിൽ അറ്റ് പ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യാത്ത പേജസ് ഇതിനെ നമ്മൾ ഫ്രെയിംസ് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിനെ പേജസ് ആക്കിയിട്ടാണ്. ഈ പേജസും ഫ്രെയിംസും സൈസിലും ജസ്റ്റ് പേര് മാറിയെന്നുള്ളൂ. ഇതിൻ്റെ സൈസ് ഡാറ്റയൊക്കെ സെയിം തന്നെയാണ്. ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇൻ കേസ് ഈ പേജസ് ഫ്രെയിംസ് ഒക്കെ ഒന്ന് തന്നെയാണ്. അപ്പോൾ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ജസ്റ്റ് നമ്മൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഫ്രെയിംസ് അല്ലെങ്കിൽ പേജസ് അറ്റ് പ്രസൻറ്റ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നേരെ ഹാർഡ് ഡിസ്കിലോട്ട് കൺവേർട്ട് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. കാരണം നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്യേണ്ട പേജസ് നമ്മൾ ഹാർഡ് ഡിസ്കിലാണ്. മെയിൻ മെമ്മറിയിൽ മെമ്മറി ഫുള്ളാണ്. ആ ഒരു കേസിൽ നമ്മൾ മെയിൻ മെമ്മറിയിലുള്ള യൂസ് ചെയ്യാത്ത പേജസിനെയോ ഫ്രെയിംസിനെയോ നമ്മൾ നേരെ ഹാർഡ് ഡിസ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. ഓക്കെ അതായത് ആക്റ്റീവ് പേജസിനെ ഹാർഡ് ഡിസ്കിലോട്ട് അല്ല മെയിൻ മെമ്മറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ ഇതാണ് പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. അവിടെ പോയി. ഓക്കെ ഇതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് വിഫോ ഉണ്ട്, LRO ഉണ്ട്. വിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. LRO എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് റീസെൻ്റ് യൂസ്ഡ് ആണ്. പിന്നെ ഒരു ഒപ്റ്റിമൽ പേജ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ഉണ്ട്. ഓക്കെ അതിവിടെ ചോദിച്ചിട്ടില്ല, പക്ഷേ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അൽഗോരിതത്തിലോട്ട് കിടക്കാം.
അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആദ്യം തന്നെ തന്നിരിക്കുന്ന സീക്വൻസ് ഇത് ഡാറ്റാസാണ് എ ബി സി. ഇതിൽ നമ്മൾ ആദ്യം ഇങ്ങനെ എഴുതാം എ ബി സി ഡി എ ബി സി ഡി എ ബി സി ഡി എ ബി ഇ എ ബി സി ഡി ഇ ബി എ ബി. ആദ്യം തന്നെ ഇങ്ങനെ നമ്മൾ എഴുതാക്കാം എ ബി സി ഡി എ ബി ഈ എ ബി. കാരണം ഇത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം, കാരണം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. എ ബി സി എ ബി എ ബി ഇ എ ബി സി ഡി ഇ ബി ആൻഡ് എ ബി. ഓക്കെ, ഇപ്പം നമ്മളിതിൽ അറിഞ്ഞിരിക്കുന്ന ടേംസ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പേജ് ഫോൾട്ട് എന്താണ്. പേജ് ഫോൾട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ മെമ്മറിയിൽ മെയിൻ മെമ്മറിയിൽ ഇപ്പോൾ സപ്പോസ് ഇത് മെയിൻ മെമ്മറിയാണ്. ഈ മെമ്മറിയിൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റ അല്ലെങ്കിൽ പേജ് ഇവിടെ ഇല്ലെങ്കിൽ അതിനെയാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഹാർഡ് ഡിസ്കിൽ നിന്ന് അതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇതിനാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ നമ്മുടെ ഒ എസ് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പേജ് അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ അത് പേജ് ഫോൾട്ട് ആക്കും. അതിനാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെയിൻ മെമ്മറിയിൽ ആ പേജസ് ഇല്ലെങ്കിൽ നേരെ ഹാർഡ് ഡിസ്കിൽ നിന്ന് നേരെ മെയിൻ മെമ്മറിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതിനാണ് പേജ് ഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാക്ക് ഫോമിൽ എടുക്കുന്നത്. പക്ഷേ ബിഫോർ എന്ന് പറഞ്ഞാൽ ക്യൂ വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഇതിൽ ബിഫോർ വെച്ചിട്ടാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇത് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത പേജസിനെ നമ്മൾ റിമൂവ് ചെയ്യും, ഔട്ട് ചെയ്യും. ഫസ്റ്റ് ഇവിടെ നമുക്ക് എം ടി ആണ് മെയിൻ മെമ്മറി. ജസ്റ്റ് ഇത് മെയിൻ മെമ്മറി ആയിട്ട് എസ്യൂം ചെയ്യാം. ഇവിടെ ഫസ്റ്റ് എ ഇത് എം ടി ആണ്, അപ്പോൾ അത് പേജ് ഫോൾട്ടാണ്. അപ്പോൾ നേരെ ഹാർഡ് ഡിസ്ക് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇവിടെ പേജ് ഫോൾട്ടിനെ ഞാൻ ടിക്ക് വെച്ചിട്ടാണ് ഇതാക്കുന്നത്. പേജ് ഫോൾട്ടിന് പി എഫിന് ടിക്കും പേജ് ഹിറ്റ് വരുന്നുണ്ട്. അതായത് ഓൾറെഡി പേജ് മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് പേജ് ഹിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. പേജ് ഹിറ്റ് അതിന് ഞാൻ ക്രോസ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ പേജ് അത് കാരണം അത് വെച്ചിട്ട് കൗണ്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ടിക്കും ക്രോസും വെച്ചിട്ട് സിമ്പിൾ ചെയ്യുന്നത്. ഇപ്പോൾ പേജ് ആദ്യം എ വന്നു, അത് പേജ് ഫോൾട്ടാണ്, നമ്മൾ ടിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ബി വന്നു, ഓൾറെഡി എ ഉണ്ട് ബി ഉണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫ്രെയിംസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ ക്വസ്റ്റ്യനിൽ 3 പേജ് ഫ്രെയിംസ് ആണ്. മെയിൻ മെമ്മറീനെ 3 പേജ് ഫ്രെയിംസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു പേജ് ഫ്രെയിം വന്നു, ഇവിടെ 2 പേജ് ഫ്രെയിം വന്നു. ഇനിയിപ്പോൾ 3 വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ സി വന്നു, എത്രയാണ് വരുന്നത് എ ബി സി. ഇതും പേജ് ഫോൾട്ടാണ്. പിന്നെ എന്താ വരുന്നത്, പിന്നെ ഡി ആണ് വരുന്നത്. അപ്പോൾ ഡി വരുന്ന സമയത്ത് മെമ്മറി ഓൾറെഡി ഫുള്ളാണ് എ ബി സി. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പേജിനെ നമുക്ക് നേരെ ഹാർഡ് ഡിസ്കിലോട്ട് കൺവേർട്ട് അല്ല ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഏതാ ബിഫോർ എന്ന് പറഞ്ഞ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലിമെൻറ്റിനെ റിമൂവ് ചെയ്യണം. ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത എലിമെൻറ്റ് ഏതാ എ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓപ്റ്റ് ഔട്ട് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുന്നത് ഡി സി ബി. ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. ഞാൻ ഇങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനെ നമ്മൾ റിമൂവ് ചെയ്തു, പേജ് ഫോൾട്ട് വന്നു, ഇത് വന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി സി ബി ആണ് മെമ്മറിയിലുള്ളത്, എ ആണ് വരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്ന ഏത് എലിമെൻറ്റ് ബി ആണ്. അപ്പോൾ എ ഡി സി. ഓക്കെ, ഞാനിത് വരച്ചതിന് സ്പേസ് ഇതാവും. പിന്നെ ഇത് വരയ്ക്കുന്നില്ല, ജസ്റ്റ് കോളം വൈസ് ചെയ്തെന്നുള്ളൂ, കാരണം കൺഫ്യൂസ് ആവും പിന്നെ സ്ഥലം ഇതായില്ലെങ്കിൽ. അപ്പോൾ എ ഡി സി വന്നു, അതും പേജ് എന്താണ് ഫോൾട്ടാണ്. പിന്നെ നമ്മൾ നോക്കാം മെമ്മറിയുള്ള എ ഡി സി ആണ് വരുന്നത് ബി ആണ്. അപ്പോൾ ബി എ ഡി എന്താണ് പേജ് ഫോൾട്ടാണ്, കാരണം മെമ്മറിയിൽ ബി ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള സീനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. പിന്നെ വരുന്ന ഏതാണ് ഇ ആണ്, ഡീനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഡയറക്റ്റ് ഇത് ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി. എ ബി എ എന്താണ് പേജ് ഫോൾട്ടാണ്. പിന്നെ നമ്മൾ അടുത്ത് നോക്കാം മെമ്മറിയിലുള്ളത് ഇ ബി എ ആണ്. പിന്നെ വരുന്ന എലിമെൻറ്റ് തന്നെ എ ആണ്. എ ഓൾറെഡി മെമ്മറിയിലുണ്ട്, അപ്പോൾ അത് പേജ് ഹിറ്റാണ്. ഓൾറെഡി മെമ്മറിയിലുള്ള സ്ഥിതിക്ക് നമുക്കൊന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ ഇ ബി എ അതേപോലെ ചെയ്താൽ പേജ് ഹിറ്റാണ്. അപ്പോൾ ക്രോസ് വെച്ച് ഞാൻ കൊടുത്തു. പിന്നെ ബി വന്നു, അതും ഹിറ്റാണ്, ഞാൻ എഴുതുന്നില്ല. ഓക്കെ, പേജ് ഹിറ്റ് വന്നു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ബി ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് പേജ് ഹിറ്റ്. പിന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ സി ആണ്. അപ്പോൾ ഇ ബി സിയിൽ ഏത് റിമൂവ് ചെയ്യണം, എ റിമൂവ് ചെയ്യണം, കാരണം ഫസ്റ്റ് വന്ന എലിമെൻറ്റ് ഇതാണ്. അപ്പോൾ ഇ ബി അല്ല ഇ അല്ല സി ഇ ആൻഡ് ബി. ഓക്കെ, അതെന്താണ് പേജ് ഫോൾട്ടാണ്. പിന്നെ വരുന്നത് ഡി സി ഇ. പിന്നെ നോക്കാം
ഇവിടെ ഇ ആണ്, ഇ ഓൾറെഡി മെമ്മറിയിലുണ്ട്, അപ്പോൾ നേരെ അതും പേജ് ഫോൾട്ടാണ്. പിന്നെ നോക്കുക ബി വരുമ്പോൾ ഡി സി ബിയിൽ ഏത് പോകും? ബി ഡി സി. ഓക്കെ, കാരണം ഇ റിമൂവ് ചെയ്തു. ഫസ്റ്റ് വന്ന എലിമെൻറ്റ് ഇ ആണ്, അത് റിമൂവ് ചെയ്തു. പിന്നെ വരുന്നത് എ ബി ഡി, പേജ്. പിന്നെ നോക്കാം ബി ഓൾറെഡി മെമ്മറിയിലുണ്ട്, പേജ് ഫോൾട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് കൗണ്ട് ചെയ്ത് നോക്കാം. പേജ് ഫോൾട്ട് എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 പേജ് ഫോൾട്ട് ഉണ്ട്. പേജ് ഫോൾട്ട് പി എഫ് ആണ് 11. ഇത് വിഫോ വെച്ചിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ 11 വെച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ഓപ്റ്റ് ഔട്ടായി, ഇത് ഓപ്റ്റ് ആയി. കാരണം ആദ്യം ചോദിച്ചിരിക്കുന്നത് ഏതാണ്? വിഫോ ആണ്. അപ്പോൾ വിഫോയിൽ ഫസ്റ്റ് 11 കിട്ടി, 11 ഇവിടെ 3. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഏതാണ്? ഇനി നമുക്ക് എല്ലാവരും ചെയ്യണം, ലീസ്റ്റ് റീസെൻ്റ് യൂസ്ഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത്, ഏറ്റവും ലീസ്റ്റ് ആയിട്ട് ചെയ്ത പേജിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ വിഫോയിൽ ചെയ്തത് ഫസ്റ്റ് വന്ന പേജിനെയാണ് റിമൂവ് ചെയ്തത്. ഇവിടെ ഏറ്റവും ലീസ്റ്റ്, ഏറ്റവും കുറഞ്ഞ യൂസ് ചെയ്ത പേജിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഒന്നും കൂടെ നമുക്ക് എ ബി സി ഡി എ ബി, ആ സീക്വൻസ് ആണ് എഴുതുന്നത്. എ ബി സി ഡി ഇ ബി എ ബി. ഓക്കെ, നമുക്കൊന്നും കൂടെ എഴുതാം. എ വന്നു, ഇത് ജസ്റ്റ് മനസ്സിലാക്കണം. എ വന്നു, അതെന്താണ്? പേജ് ഫോൾട്ടാണ്. കാരണം മെമ്മറി എം ടി ആണല്ലോ, പേജ് ഫോൾട്ടാണ്. പിന്നെ ബി വന്നു, എ വന്നു, ഓൾറെഡി എ ഉണ്ട്, ഞാൻ താഴേക്കാണ് എഴുതുന്നത്, പേജ് ഫോൾട്ടാണ്. പിന്നെ സി ബി എ, പേജ് ഫോൾട്ടാണ്. അപ്പോൾ 3 പേജ് ഫ്രെയിംസേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ സി ബി ഇ സി മെമ്മറി ഫുള്ളായി, 3 പേജ് ഫ്രെയിംസ് ആണ് ഉള്ളത്. ഇനി ഡി നമുക്ക് ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം നമുക്ക് നോക്കണം. കാരണം ഇവിടെ ലീസ്റ്റ് റീസെൻ്റ് യൂസ് ചെയ്ത പേജ് ഏതാ? ഏറ്റവും ലീസ്റ്റ് യൂസ് ചെയ്ത പേജാണ് എ ആണ് വരുന്നത്. അതായത് എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിഫോ പോലെ തന്നെ ചെയ്യാം. അതായത് ഓൾഡായ പേജിനെ തന്നെ റിമൂവ് ചെയ്യാം. എന്നിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് പറയുമ്പോൾ പേജ് ഹിറ്റ് വരുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ട് മാത്രം കാണിക്കാൻ മതി. അത് ഈ പേജ് ഹിറ്റ് വരുമ്പോൾ ഞാൻ ഡയറക്റ്റ് കാണിക്കും എന്താ ചെയ്യുന്നതെന്ന്. ഇപ്പം നമ്മൾ ഇവിടെ ഇപ്പോൾ ലീസ്റ്റ് യൂസ് ചെയ്ത പേജ് ഏതാ? കാരണം സിയും ബി ആണ് ഇപ്പോൾ റീസെൻ്റ് യൂസ് ചെയ്തത്. ലീസ്റ്റ് യൂസ് ചെയ്ത എ ആണ്, അപ്പോൾ എനെ റിമൂവ് ചെയ്യും. അപ്പോൾ ഡി സി ബി. പിന്നെ നോക്കുകയാണെങ്കിൽ ലീസ്റ്റ് യൂസ് ചെയ്ത പേജ് ഏതാ? ബി തന്നെയാണ്, അപ്പോൾ ബീനെ നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ എ ഡി സി ആണ്. പിന്നെ ബി വെച്ച് നോക്കുമ്പോൾ ബി എ ഡി ആണ്, ബി എ ഡി ആണ് വരുന്നത്. പിന്നെ ഇ വെച്ച് ചെയ്യുമ്പോൾ ഇ ബി എ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ചെയ്യുന്നത്? എ വന്നിട്ടുണ്ട്, എ ഓൾറെഡി ഉണ്ട് മെമ്മറിയിൽ, അപ്പോൾ നമ്മൾ പേജ് ഹിറ്റാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ലീസ്റ്റ് റീസെൻ്റ് യൂസിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ നമ്മൾ, കാരണം നമ്മൾ യൂസ് ചെയ്തല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേപോലെ ചെയ്താൽ ഓക്കെ. അതായത് ഓർഡർ ഇതാണ്, ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പേജ് എല്ലാ റിവ്യൂവിൽ വരുന്ന ഹൈലൈറ്റ്, അത് പേജ് ഹിറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് അതിനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിൽ എഴുതാം. നമ്മൾ ഇ ബി എ ആണ് അടുത്ത് വന്നപ്പോൾ എനെ നമ്മൾ ടോപ്പിലോട്ട് എഴുതി എ. പിന്നെ അതേപോലെ ബാക്കിയുള്ള ഇയും ബിയും താഴെ എഴുതി, കാരണം അത് റീസെൻ്റ് യൂസ് ചെയ്തു. പിന്നെ താഴെ വരുന്ന ഇയും ബിയും അതിൻ്റെ ശേഷമാണ് യൂസ് ചെയ്തത്. ഇവിടെ എന്താ വരുന്നത്? പേജ് ഹിറ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ ബി നോക്കുമ്പോൾ ബിയും ഓൾറെഡി വന്നു, അപ്പോൾ ബി യൂസ് ചെയ്തുകൊണ്ട് കാണിക്കുന്നു എ ഇ, പേജ് ഹിറ്റ് വന്നു. ഓക്കെ, പിന്നെന്താ വരുന്നത്? സി ആണ് വരുന്നത്. സി വരുന്ന സമയത്ത് എന്താ റീപ്ലേസ് ചെയ്യേണ്ടത്? സി ബി എ, കാരണം ഇനെ റീപ്ലേസ് ചെയ്തു, അത് പേജ് ഫോൾട്ടാണ്. പിന്നെ ഡി വെച്ച് ചെയ്യുമ്പോൾ ഡി മെമ്മറിയിലില്ല, അപ്പോൾ ഡീനെ റീപ്ലേസ് ചെയ്യണം, സി ബി ഇ. പിന്നെ ഇ വെച്ച് എഴുതുമ്പോൾ ഇ ഡി സി വരും. പിന്നെ ബി വെച്ച് നോക്കുമ്പോൾ ബി മെമ്മറിയിലില്ല, അപ്പോൾ റീപ്ലേസ് ചെയ്യണം ബി ഇ ഡി. പിന്നെ എ വെച്ച് ചെയ്യുമ്പോൾ എ ബി ഇ, പേജ് ഫോൾട്ട്. പിന്നെ ഇ ബി വെച്ച് ചെയ്യുമ്പോൾ പേജ് ഹിറ്റാണ്, ബി എ ഇ വരും. ഓക്കെ, ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നു 1 2 3 4 5 6 7 8 9 10 11 12 പേജ് ഫോൾട്ട് വരുന്നുണ്ട്.
പേജ് ഫോൾട്ട് ഈസ് ഈക്വൽ ടു 12 LRUയിൽ ചെയ്തപ്പോൾ. ഓക്കെ, അപ്പോൾ 11ഉം 12 ആൻസർ. ഫോർത്ത് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ബിഫോർ നമ്മൾ ഡയറക്റ്റ് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത പേജിന് ഡയറക്റ്റ് റിമൂവ് ചെയ്യുന്നു. LRUയിലും ബിഫോർ പോലെ തന്നെയാണ്, പക്ഷേ പേജ് ഹിറ്റ് വരുന്ന സമയത്ത് അതിന് നേരെ ടോപ്പിലോട്ട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ടോപ്പിലോട്ട് ചെയ്യുന്നു. ബാക്കിയൊക്കെ ബിഫോർ പോലെ തന്നെയാണ്. ഓക്കെ, ഇതാണ് രണ്ടും പറയാനുള്ളത്. പിന്നെ ഇതിലൊരു ബിലോഡിസ് അനോമാലി എന്ന് പറഞ്ഞൊരു ഫിനോമിന വരുന്നുണ്ട്. അതായത് അത് വരുന്നത് ബിഫോറിലാണ്. ബിലേഡീസ് അനോമാലി ചാർജ് ഓക്കെ. അതായത് ഇവിടെ ബിലോഡിസ് അനോമാലി എന്ന് പറഞ്ഞൊരു ഫിനോമിന വരുന്നുണ്ട്. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേജ്, അത് ഇവിടെ ഇപ്പോൾ 3 ഫ്രെയിംസ് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് മെയിൻ മെമ്മറീനെ. ഇതേ സ്ഥലത്ത് നമ്മൾ പേജ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പേജ് ഫ്രെയിംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പേജ് ഫോൾട്ടും ഇൻക്രീസ് ആവും. ഓക്കെ, ഇതാണ് ബിലോഡിസ് അനോമാലി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ 3 പേജ് ഫ്രെയിംസ് വെച്ചിട്ടാണ് ബിഫോറിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയ പേജ് ഫോൾട്ട് എത്രയാണ്? 11 അതായത് ഞാൻ ഇവിടെ നോക്കാം. അതായത് ബിഫോറിൽ നമ്മൾ 3 പേജ് ഫ്രെയിംസ് വെച്ചിട്ട്, ഇവിടെ നമ്മൾ 3 പേജ് ഫ്രെയിംസ് ആണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അതിൽ 11 വെച്ചിട്ടാണ് 11 പേജ് ഫോൾട്ടാണ് വന്നത്. ഇതേ സ്ഥലത്ത് നമ്മൾ 4 പേജ് ഫ്രെയിംസ് വെച്ച് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പേജ് ഫോൾട്ട് ഇൻക്രീസ് ആവും. അതാണ് ബിലോഡിസ് അനോമാലി എന്ന് പറഞ്ഞിട്ട് ഒരു ഫിനോമിന വരുന്നത്. അത് ബിഫോറിൽ മാത്രമാണ് വരുന്നത്. LRUയിലൊന്നും ബിലോഡിസ് അനോമാലി വരുന്നില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ TOC ഇതാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യം, അതായത് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ട് കൺസിഡർ ദ ഫോളോയിങ് റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, 3 എക്സ്പ്രഷൻ. എന്നിട്ട് ഇതിൻ്റെ സബ്സെറ്റ് സൂപ്പർ സെറ്റ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലർ എക്സ്പ്രഷൻ്റെ നിന്നിട്ട് ഒരു ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാം. അതായത് ഓരോ റെഗുലർ എക്സ്പ്രഷൻ്റെയും നമ്മൾ ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന വ്യത്യാസത്തിൽ നിന്നിട്ട് നമുക്ക് സബ്സെറ്റ് സൂപ്പർ സെറ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ അപ്രോച്ച്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് റെഗുലർ എക്സ്പ്രഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ ഇൻറ്റു ഇതിങ്ങനെ വരുന്ന എ സ്റ്റാർ, ഇവിടെ ഞാൻ ജസ്റ്റ് അതിൻ്റെ കൂടെ വരാൻ കൺകാറ്റിനേഷനാണ് ഇവിടെ വരുന്നത്, ഇൻറ്റു അല്ല. ബി പ്ലസ് എ ഇങ്ങനെയാണ് വരുന്നത്, ബി പ്ലസ് എ ഇങ്ങനെ പോകും. ഓക്കെ, സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലാംഡ ഓർ 1 or more എസ് ആണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഇങ്ങനെ കണ്ടിന്യൂഷൻ പോകും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ലാംഗ്വേജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? ഇവിടെ തന്നെ എഴുതാം. അത് എ വരും, ജസ്റ്റ് ഒരു എ വരും. കാരണം ഇത് സ്റ്റാർ ആയാൽ, സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ലാംഡ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് സ്ട്രിങ് വരുന്നത് എ ആണ്. പിന്നെ വരികയാണെങ്കിൽ എനിക്ക് ഏതാ വരുന്നത്? ബി പ്ലസ് എ എന്ന് ഞാനൊരു ബി എടുത്തു. എ ഓൾറെഡി അവിടെ ഉണ്ട്, അതിന് കൂടെ ബി എടുത്തു. അപ്പോൾ എന്താ പറയുന്നത്? എ ബി എന്ന് പറഞ്ഞ സ്ട്രിങ് വന്നു. പിന്നെ അടുത്ത ഒരു സ്ട്രിങ് എടുക്കുകയാണെങ്കിൽ ഞാൻ എ എടുത്തു, ഇത് സ്റ്റാറാക്കി എടുത്തു. അതായത് സ്റ്റാറല്ല, ഞാൻ ഈ സ്ട്രിങ് ഞാൻ എടുത്തിട്ടില്ല. ഇതിൽ നിന്ന് എ എടുത്തു, ഇതിൽ നിന്ന് എ എടുത്തു. അപ്പോൾ 2 എ എന്ന് പറഞ്ഞ സ്ട്രിങ് വന്നു. അപ്പോൾ എ ബി എ എന്ന് പറഞ്ഞ സ്ട്രിങ് ആണ് ജനറേറ്റ് ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ അതേപോലെ നമ്മൾ അടുത്ത സ്ട്രിങ് ജനറേറ്റ് ചെയ്യണം. അത് അടുത്ത ഗ്രാമർ. ഇതിപ്പോൾ ഞാൻ ഇവിടെ എഴുതാം, എസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എ പ്ലസ് ബി സ്റ്റാർ. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ബി സ്റ്റാർ അല്ല, ബി പ്ലസ് ആണ് കേട്ടോ, ബി പ്ലസ് ആണ്. ഓക്കെ, ഈ പ്ലസിനും സ്റ്റാറിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറിൽ നമ്മൾ ലാംഡ വരും, പിന്നെ 1 or more എസ് ആൻഡ് ബി, അതിൻ്റെ കണ്ടിന്യൂഷനാണ് പോകുന്നത്. പക്ഷേ പ്ലസ്സിൽ വരുമ്പോൾ 1 or more എസ് മാത്രമേ വരുന്നുള്ളൂ. അവിടെ ലാംഡ എന്ന് പറഞ്ഞ സ്ട്രിങ് വരില്ല. കാണിച്ചു തരാം. ഇവിടെ എ പ്ലസ് ബി വരും, എ പ്ലസ് ബി ഇങ്ങനെ പോകും. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ നമ്പർ ഓഫ് ടൈംസേ പോകുന്നുള്ളൂ. ബി പ്ലസ് എ ബി ബി ഇങ്ങനെ സ്റ്റാർ അല്ല, കാരണം ഇതിൻ്റെ ബി പ്ലസ് എൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ ബി എ എടുക്കാം, പിന്നെ അടുത്തതിൽ നിന്ന് ബി ഓർ എ എടുക്കാം എന്ന്
രീതിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ സ്റ്റാർ വരുന്നില്ല, ഈ ഒരു അപ്രോച്ചാണ് വരുന്നത്. ഈ അപ്രോച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് ഫസ്റ്റ് അപ്രോച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എ എന്ന് പറഞ്ഞ സ്ട്രിങ് ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതെന്തുകൊണ്ടാണ്? കാരണം ബി പ്ലസ് എ സ്റ്റാറിൽ നിന്ന് നമുക്ക് ലാംഡ എടുക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞ സ്ട്രിങ് മാത്രമേ വരുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുന്ന കേസിൽ പ്ലസ് ആണുള്ളത്, പ്ലസ് ആണുള്ളത്. അവിടെ ലാംഡ എന്ന് പറഞ്ഞ സ്ട്രിങ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു എ വരും, അതോടൊപ്പം തന്നെ എ പ്ലസ് ബി നിന്നിട്ട് ഒരു എ വരും മിനിമം, ഓർ എ വരും, ഇതിൽ നിന്ന് ബി വരാം. ഇത് എടുക്കാതിരിക്കാം, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിങ് ആണ് ഇവിടെ ജനറേറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെ എ ജനറേറ്റ് ചെയ്യില്ല, ഈ ഒരു ഇതിൽ എ ജനറേറ്റ് ചെയ്യില്ല ഈ ഒരു സ്ട്രിങ്ങിൽ. അപ്പോൾ ഇതും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സൂപ്പർ സെറ്റ് വരുന്നത്. അതായത് എയും ബിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി ഓപ്ഷനിൽ നിന്ന് ഒരു സ്ട്രിങ് ഇത് കൂടുതൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ എന്ന് പറഞ്ഞ ഓപ്ഷൻ സബ്സെറ്റാണ്, അല്ല സൂപ്പർ സെറ്റാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 6 സൂപ്പർ സെറ്റ് ആവുന്ന കേസ് ഏതാ വരുന്നത്? ഇത് സബ്സെറ്റാണ്, ഇത് സബ്സെറ്റാണ്. അപ്പോൾ ഇതെന്തെങ്കിലും വരില്ല. പിന്നെ ഇവിടെ സബ്സെറ്റ് ഇതും വരുന്നുണ്ട്, ഇത് എസ് ആണ് വരുന്നത്. അപ്പം നമ്മൾ 6ഉം എസ്സും എല്ലാം എടുത്ത് 6ഉം എസ്സും എടുത്തൊരു കേസ് എന്ന് പറയുമ്പോൾ ബി ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഡയറക്റ്റ് ഫസ്റ്റ് കേസിൽ നിന്ന് തന്നെ നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോകാം. ഓക്കെ, ഇനിയിപ്പോൾ വേണമെങ്കിൽ തേർഡ് ഓപ്ഷനും ഞാൻ പറയാം. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ നിന്ന് മിനിമമാണ് വരുന്നത്. ബാക്കിയുള്ള 6ഉം എസ്സും സൂപ്പർ സെറ്റാണ് വരുന്നത്. തേർഡ് ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സി എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ആണ്. ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എ സ്റ്റാറിൽ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ലാംഡ വരും, എ വരും, എ വരും, ഇങ്ങനെയാണ് വരുന്നത്. ട്രിപ്പിൾ എ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രിങ് പോകുന്നത്. അപ്പോൾ ലാംഡ എന്ന് പറഞ്ഞ സ്ട്രിങ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ മിനിമം എന്ന് പറയുന്നത് എ ബി വരും. ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ എ എന്ന് പറഞ്ഞ സ്ട്രിങ്ങും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ നമ്മൾ എടുക്കാൻ പറ്റില്ല. അപ്പോൾ എ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കേസിൻ്റെ എന്താ സബ്സെറ്റ് സൂപ്പർ സെറ്റാന്ന് പറയാം, എ എന്ന് പറഞ്ഞ സബ്സെറ്റ്. പിന്നെ ബി എന്ന് പറഞ്ഞ ഓപ്ഷൻ, ബി എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, ഇതിൽ നമ്മൾ എ എന്ന് പറഞ്ഞ സ്ട്രിങ് അത് ഈ ടിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കാം എ എന്തുകൊണ്ടാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. കാരണം നമ്മളിവിടെ എ സ്റ്റാർ ബി ആണ് റെഗുലർ എക്സ്പ്രഷൻ. ഓക്കെ, ഇവിടെ ഞാൻ എ എന്തായാലും വരും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ലാംഡ എടുക്കുകയാണെങ്കിൽ ഇവിടെ ബി എ വരുള്ളൂ. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ എ എടുത്തു, ഇതിൽ നിന്നൊരു എ എടുക്കുകയാണെങ്കിൽ ബി നിർബന്ധമായി നമ്മൾ അതിൻ്റെ എൻഡിങ്ങിൽ വരും. അപ്പോൾ എ എന്ന് പറഞ്ഞ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പയർ ടു ബി ആൻഡ് എ, സി എന്ന് പറയുന്നത് അതിൻ്റെ സബ്സെറ്റാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ബിയും സിയും വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ, സിക്ക് എ എന്ന് പറഞ്ഞ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അതതിൻ്റെ സബ്സെറ്റാണ്. പിന്നെ എ ഓപ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സിക്ക് എ എന്ന് പറഞ്ഞ സ്ട്രിങ്ങും ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടൊക്കെയാണ് അത് ചെറിയ സെറ്റായത്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എൽ ഓഫ് ആർ സൂപ്പർ സെറ്റ് ഓഫ് എൽ ഓഫ് എ സൂപ്പർ സെറ്റ് ഓഫ് എൽ ഓഫ് ടി എന്ന രീതിയിലുള്ള ഒരു കേസാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഫോക്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.